Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Okay, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രണ്ട് ഓഫീസ് ആയിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോ ഒരു എന്താ പറയാ ഒരു ഷോർട്ട് നോട്ട് പോലെ ഒരു 1 പേജുള്ള ഒരു ഷോർട്ട് നോട്ടും പിന്നെ 3-4 ക്വസ്റ്റ്യൻസും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നാൽ മതിയോ? ഇത് പഠിപ്പിച്ചതിന്റെ ബാലൻസ് ആണോ അതോ പുതിയ ചാപ്റ്റർ തുടങ്ങും? ഇന്ന് തുടങ്ങാൻ പോകുന്നത് പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ. പുതിയതാണ്. നമ്മൾ ആ ഒരു ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്താണ്. ഒരു 1 പേജ് ഒന്ന് വിടുക. ഫ്രണ്ട് ഓഫീസിന്റെ കുറച്ച് കാര്യങ്ങൾ നിസ്സാര പോയിന്റ്സ് ഉള്ളൂ അത് എഴുതാൻ വേണ്ടിയിട്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഒരു 1 പേജ് വിടുക. ദെൻ നമ്മള് പുതിയ ചാപ്റ്റർ ആയ ലബോറട്ടറി സർവീസ് കേട്ടോ, അതാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ട്രീസ മാം ഇന്ന് ലീവാണ്, ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും ട്രീസ മാം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ചാപ്റ്റർ നമ്പർ 18 ആണ്. ഇതിനകത്ത് 17 ആണ് കിടക്കുന്നത്, പക്ഷെ 18 ആണ് കേട്ടോ, ലബോറട്ടറി സർവീസ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ വായിക്കാം. A medical laboratory or clinical laboratory is a place where tests are done on clinical specimens to get information about the health of a patient, to help in diagnosis, treatment, and prevention of disease. Medical laboratories differ in size and complexity, and so provide different types of testing service. Medical laboratory is a part of the laboratory that is equipped with the various biomechanical instruments, equipments, materials, and the reagents. Okay, for carrying out different laboratory investigative activities by using biological specimens, whole blood, serum, plasma, urine, stool, etc. Okay, അപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ലബോറട്ടറി എന്ന് പറയുന്നത് അല്ലെ? ലൈഫിൽ ആരെങ്കിലും ഒരിക്കലെങ്കിലും ലബോറട്ടറിയിൽ പോവാത്തതായിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ലബോറട്ടറിയിലായിരിക്കും പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പുറത്തുള്ള ലബോറട്ടറികളിലായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ ലബോറട്ടറിയെ കുറിച്ചിട്ടാണ് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് മെഡിക്കൽ ലബോറട്ടറി അഥവാ ക്ലിനിക്കൽ ലബോറട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു രോഗിക്ക് രോഗനിർണയം നടത്താനും രോഗം തടയുന്നതിനും ചികിത്സ നൽകുന്നതിനുമായി രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്ന ഒരു സ്ഥലമാണെന്ത്? മെഡിക്കൽ ലബോറട്ടറി അഥവാ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഒരു രോഗിയുടെ രോഗനിർണയം നടത്താനും അതുപോലെ തന്നെ ആ രോഗത്തിനെ തടയാനും രോഗിക്ക് രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സ കൊടുക്കാനുമായിട്ട് എന്താവശ്യമാണ്? രോഗിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫോർമേഷൻസ് ആവശ്യമാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് അത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസിൽ ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്തെയാണ് എന്ത് പറയാ? ലബോറട്ടറി എന്ന് പറയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്നല്ലേ? ഓക്കെ, ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാല് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് രോഗനിർണയത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന സാമ്പിളുകളെയാണ് എന്ത് പറയാ? ക്ലിനിക്കൽ സ്പെസിമെൻ എന്ന് പറയാം. ഓക്കെ, ആ സാമ്പിൾ എന്ന് പറയുന്നത് ബ്ലഡ് ആവാം, യൂറിൻ ആവാം, സ്ഫുടമാവാം, അതുപോലെ സെറം ആവാം, പ്ലാസ്മയാകാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സാമ്പിൾസിനെയാണ് എന്ത് പറയാ? ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയാം. ഓക്കെ, ഈ ക്ലിനിക്കൽ സ്പെസിമെൻസ് ഉപയോഗിച്ചിട്ട്
ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്തെയാണ് എന്ത് പറയാ, ലബോറട്ടറി എന്ന് പറയാം. ഓക്കെ, ഈ ലബോറട്ടറി ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്, രോഗിക്ക് രോഗനിർണയം നടത്താനും കൂടാതെ ചികിത്സ കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ലബോറട്ടറി മനസ്സിലായോ? ഓക്കെ, അടുത്തത് പറയുന്നത്, അതായത് ലബോറട്ടറിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ചെറിയ ലബോറട്ടറി തൊട്ട് വലിയ ലബോറട്ടറി വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങളുടെ ചുറ്റുപാടുകളിലായാലും ചെറിയ തരത്തിലുള്ള ലബോറട്ടറീസ് ഉണ്ടാകും, വലിയ രീതിയിലുള്ള ലബോറട്ടറീസ് ഉണ്ടാവും അല്ലെ. അവര് തരുന്ന സർവീസിന്റെ അടിസ്ഥാനത്തിൽ വലുതെന്നും ചെറുതെന്നും നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ധാരാളം എക്യുപ്മെന്റ്സുകളും സൗകര്യങ്ങളും ഉള്ള ലബോറട്ടറി ആണെങ്കിൽ അതിനെ നമുക്ക് വലിയ ലബോറട്ടറി എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. ഇനി അതെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളാണ്, ഫെസിലിറ്റീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ അതായത് ചെറിയ സ്മോൾ ലബോറട്ടറി എന്ന് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട് അല്ലെ. മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ദ ലബോറട്ടറി ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് വേരിയസ് ബയോ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, അവിടെ ബയോമെക്കാനിക്കൽ എന്നല്ല കേട്ടോ, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു പെശക് വന്നിട്ടുണ്ട്, ബയോമെക്കാനിക്കൽ അല്ല, ബയോമെഡിക്കൽ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു മെഡിക്കൽ ലബോറട്ടറിയിൽ നമ്മൾക്ക് പല വിധത്തിലുള്ള എക്യുപ്മെന്റ്സും മറ്റും ഉപകരണങ്ങളും മറ്റും കാണാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് എന്ത്, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്താണ് അപ്പൊ, എന്തൊക്കെയാണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ വരിക? ഒന്ന് കമന്റ് ചെയ്തേ, എന്തൊക്കെ കാര്യങ്ങളാണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്? ലബോറട്ടറിയിലുള്ള എക്യുപ്മെന്റ്സിനെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്, അതായത് സാമ്പിൾ മെഷർ ചെയ്യാനുള്ള ഉപകരണങ്ങൾ, അതായത് സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ചെറിയ ചെറിയ ഉപകരണങ്ങള്, അതുപോലെ തന്നെ സാമ്പിൾ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിലാണ് വരുന്നത്. ഓക്കെ, സാമ്പിള് മെഷർ ചെയ്യാനും അത് കളക്ട് ചെയ്തതിനും അത് എക്സാമിൻ ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കൂട്ടത്തിൽ തന്നെ ഒന്ന് എഴുതി പോവാട്ടോ, സാമ്പിള് മെഷർ ചെയ്യുന്നതിനും എക്സാമിൻ ചെയ്യുന്നതിനുമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. എഴുതുന്നുണ്ടോ നിങ്ങള്, നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഫ്രണ്ട് ഓഫീസ് എടുത്തതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ഒരു ഫസ്റ്റ് പേജിൽ നമുക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, എഴുതാനുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കാം, ഉറക്കം വരുന്ന സമയമാണ്, കഴിവതും പിന്നെ സയൻസ് വിഷയമാണ് എടുക്കുന്നത്, കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടൊക്കെ ഇരിക്കാനൊക്കെ നോക്കുക കേട്ടോ. ചിലപ്പോ ബോറടി തോന്നാൻ ചിലവർക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു ബയോ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്യുപ്മെന്റ്സ് ആണ്. അടുത്തത് നെക്സ്റ്റ് വൺ, രണ്ടാമതായിട്ട് പറയുന്നത് ഇവിടെ എക്യുപ്മെന്റ്സിനെയാണ്. എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ചെറിയ എക്യുപ്മെന്റ്സ് തുടങ്ങി വലിയ എക്യുപ്മെന്റ്സ് വരെ ലബോറട്ടറികളിൽ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു എക്യുപ്മെന്റ് ആണ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് ടെസ്റ്റ് ട്യൂബ് ആണ്. ഓക്കെ, മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, അതായത് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാമ്പിൾ ആയാലും അതിനകത്തുള്ള എന്താ പറയാ സൂക്ഷ്മ എന്താ പറയാ രോഗാണുക്കളെയോ അല്ലെങ്കിൽ ബാക്ടീരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോസ്കോപ്പിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ മൈക്രോസ്കോപ്പ് പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെന്റ് ആണ്. ദെൻ ടെസ്റ്റ് ട്യൂബ്, അതായത് നമ്മുടെ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് എന്ത്, ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് അല്ലെ. ബ്ലഡ് ഒക്കെ എടുത്ത് കളക്ട് ചെയ്ത് വെക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടെസ്റ്റ് ട്യൂബ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവിന്റെ പ്രത്യേകത എന്താ? ഓട്ടോക്ലേവിന്റെ പ്രത്യേകത എന്താ? ഒന്ന് കമന്റ് ചെയ്ത്, ഓട്ടോക്ലേവ് എന്താ? സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവ് ഉപയോഗിക്കുന്നത്. ഓക്കെ,
ദെൻ അടുത്തത് സെൻട്രിഫ്യൂജി മിഷൻ. എന്താണ് സെൻട്രിഫ്യൂജി മിഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് സെൻട്രിഫ്യൂജി മിഷൻ? എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ്. ബ്ലഡിനെ ഒക്കെ എന്ത് ചെയ്യാനാണ്? സെപ്പറേറ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നത് അല്ലെ, സെൻട്രിഫ്യൂജി മെഷീൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ, ഒന്ന് എഴുതിക്കോളൂ. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാല് ടു സ്റ്റെറിലൈസ് ആണ്, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി സെൻട്രിഫ്യൂജ് മെഷീൻ എന്ന് പറഞ്ഞാല് അതൊന്ന് എഴുതിക്കോളൂ. സെൻട്രിഫ്യൂജസ് ആർ യൂസ്ഡ് ടു സെപ്പറേറ്റ്, centrifuges are used to separate biological components from samples such as blood, urine and DNA. Blood, urine and DNA. Centrifuges are used to separate biological components from samples such as blood, urine and DNA. Okay. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, മനസ്സിലാവാത്തത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ, ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഒന്നും കൂടി ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് പറയാം. 2-3 പേർക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന്. ലബോറട്ടറി സർവീസ് എന്ന് പറഞ്ഞാല് എന്താണ്? അതായത് രോഗിയുടെ രോഗനിർണയം, രോഗിയുടെ ചികിത്സ, അതുപോലെ തന്നെ രോഗിക്ക് ഉണ്ടാകുന്ന രോഗത്തിനെ തടയൽ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് രോഗിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫോർമേഷൻസ് ആവശ്യമാണ്. ഓക്കെ, ഈ ഹെൽത്ത് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസ് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയാ? ലബോറട്ടറി എന്ന് പറയാം. ക്ലിനിക്കൽ സ്പെസിമെൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ബ്ലഡ് സാമ്പിളുകളെയാണ് എന്ത് പറയാ? ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയാം. അത് ബ്ലഡ് ആകാം, അല്ലെങ്കിൽ യൂറിൻ ആകാം, അല്ലെങ്കിൽ പ്ലാസ്മയാകാം, എന്തുമാകട്ടെ. അപ്പൊ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നതിനെയാണ് ക്ലിനിക്കൽ സ്പെസിമെൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്പെസിമെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ലബോറട്ടറിയില് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റുകൾ നടത്തുന്നത്. ഓക്കെ, ഇനി ഈ ലബോറട്ടറി എന്ന് പറയുന്നത് ചെറിയ ലബോറട്ടറികളും ഉണ്ട്, വലിയ ലബോറട്ടറികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോന്നും അതിന്റെ സർവീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന വേരിയസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഒന്നാണ് ബയോ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ബയോ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമ്പിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ എക്സാമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്. ദെൻ എക്യുപ്മെന്റ്സിൽ പറഞ്ഞതാണ് മൈക്രോസ്കോപ്പ്, ടെസ്റ്റ് ട്യൂബ്, ഓട്ടോക്ലേവ്, സെൻട്രിഫ്യൂജ് മെഷീൻ എന്ന് പറയുന്നത്. അതായത് സെൻട്രിഫ്യൂജ് മെഷീനെയാണ് നമ്മളിപ്പോ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റിലോട്ട് പൊയ്ക്കോട്ടെ, അടുത്തയിലോട്ട് പൊയ്ക്കോട്ടെ. ഓക്കെ, അടുത്തത് പറയുന്നത് മെറ്റീരിയൽസ് ആൻഡ് റീഏജൻസ് എന്നാ പറയുന്നത്. മെറ്റീരിയൽസ് ആൻഡ് റീഏജൻസ്, ദാറ്റ് മീൻസ് കെമിക്കൽസ്. അതായത് ഈ ലബോറട്ടറികളിലൊക്കെ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ, ബ്ലഡ് സാമ്പിൾ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ ആ ബ്ലഡ് കോട്ട് ആവാതിരിക്കാനായിട്ട് ചില കെമിക്കൽസും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് എന്ത് പറയാ? മെറ്റീരിയൽസ് ആൻഡ് റീഏജൻസ് എന്ന് പറയുന്നത്. അതായത് രക്തം, ബ്ലഡ് കോട്ടാതിരിക്കാൻ, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽസ് ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം സിട്രേറ്റ് പോലുള്ള കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവരത് കൂടുതൽ കാലം അല്ലെങ്കിൽ കൂടുതൽ സമയമൊക്കെ എന്ത് ചെയ്യുന്നത്? ഈ ബ്ലഡ് സാമ്പിളൊക്കെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത്. ചില കെമിക്കൽസ് ആഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പരിശോധനകളും മറ്റും ലബോറട്ടറികളിൽ
നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലബോറട്ടറിയിൽ കാണാനായിട്ട് സാധിക്കും. ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് റിയേജൻസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Then for carrying out different laboratory investigation activities by using biological specimen. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതായത് ഇത്തരം ഉപകരണങ്ങൾ കൊണ്ടൊക്കെയാണ് ടെസ്റ്റുകളും മറ്റും നടത്തുന്നത്. ടെസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിളിനെയാണ് നമ്മൾ ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹോൾ ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ എക്സെട്ര. ഇത്തരം കാര്യങ്ങളെയാണ് സ്പെസിമെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാണ് ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് ഇവിടെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല കേട്ടോ. അത് അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയേണ്ട ഈ ക്ലിനിക്കൽ സ്പെസിമെൻ എന്നാൽ മാത്രമല്ലേ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ക്ലിനിക്കൽ സ്പെസിമെൻ എന്ന് പറഞ്ഞാല് എന്താണെന്ന് അറിയാതെ നിങ്ങൾ ഈ ലബോറട്ടറി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഓക്കെ, അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരേണ്ടി വരും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, then next one, the objective of a medical laboratory are providing its customers exact result which share to clinical treatment. Okay, അതായത് എന്താണ് ഒരു എന്താ പറയാ ഈ ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ എയിം എന്താണ്, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രോഗികൾക്ക്, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് മെഡിക്കൽ ലബോറട്ടറിയുടെ എയിം, ലക്ഷ്യം. കൃത്യതയോടുകൂടി എന്ത് ചെയ്യുക, റിസൾട്ട് അവർക്ക് കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ലബോറട്ടറികൾ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ നമ്മുടെ നാട്ടിലുള്ള എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ക്ലിനിക്കൽ, അതായത് ഈ ലബോറട്ടറിയിൽ നടക്കുന്ന ടെസ്റ്റുകളിലൂടെയാണ് 70% രോഗങ്ങളും കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം, സാധാരണ നമ്മൾ എന്ത് പോയി ഡോക്ടറെ കാണും, മരുന്ന് മേടിക്കും. ചിലപ്പം ഡോക്ടർ മരുന്ന് 3 ദിവസത്തേക്കോ 5 ദിവസത്തേക്കോ ആയിരിക്കും നമുക്ക് എഴുതി തരാം അല്ലെ. മരുന്ന് കഴിച്ച് നമുക്ക് കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെല്ലും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടർ നമ്മൾക്ക് അതായത് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് എഴുതി തരുന്നത്. അങ്ങനെ എഴുതി തന്നിട്ട് നമ്മൾ വേഗം ലബോറട്ടറിയിലേക്ക് ചെല്ലുന്നു, ആവശ്യമായ ടെസ്റ്റുകൾ നടത്തുന്നു, അതിന്റെ റിസൾട്ട് ഡോക്ടറെ കാണിക്കുന്നു. അപ്പോ ആ റിസൾട്ടിലാണ് നമ്മുടെ രോഗത്തെ കുറിച്ചുള്ള വിവരങ്ങളായിട്ട് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോ ഭൂരിഭാഗവും മെജോറിറ്റിയും രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നത് എന്തിലൂടെയാണ്, ടെസ്റ്റുകളിലൂടെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ലക്ഷ്യം എന്ന് പറയുന്നത് രോഗികൾക്ക് ആവശ്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ്, ടെസ്റ്റ് റിസൾട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ലബോറട്ടറിയുടെ ലക്ഷ്യം. ഓക്കെ, then next one, functional division of lab service. Okay, lab service can be classified into 5 divisions. ലാബ് സർവീസിനെ ലാബ് നൽകുന്ന സേവനങ്ങൾക്കനുസരിച്ച് 5 ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, ലാബ് നൽകുന്ന സേവനങ്ങൾക്കനുസരിച്ച് ലാബിനെ 5 ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലിനിക്കൽ പാത്തോളജി ആണ്. സെക്കൻഡ് വൺ ക്ലിനിക്കൽ മൈക്രോബയോളജി. തേർഡ് വൺ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഫോർത്ത് വൺ യൂറിനാലിസിസ്. ഫിഫ്ത് വൺ ഈസ് ബ്ലഡ് ബാങ്ക്. ഇത്രയും ആയിട്ട് എന്തിനെ തരംതിരിച്ചിട്ടുണ്ട്, ലാബ് സർവീസിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ പല ഇതായിട്ടാണ്, അതായത് ഈ ലാബുകളിലൊക്കെ നടക്കുന്നത് പല പല സർവീസുകളാണ് ഈ ലാബുകൾ കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് ആദ്യം എന്താണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് നോക്കാം കേട്ടോ. ക്ലിനിക്കൽ പാത്തോളജി, പാത്തോളജി എന്ന് പറയുന്നത് എന്താണ്, പാത്തോളജി സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് എന്ത് പാത്തോളജി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ക്ലിനിക്കൽ പാത്തോളജി എന്താണ്, ക്ലിനിക്കൽ പാത്തോളജി ഇതൊരു ലാബാണ്. ലാബിനെ നമുക്കത് സർവീസ് ചെയ്യുന്നത് കൊടുക്കുന്ന സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ലാബ് നൽകുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ പാത്തോളജിയാണ്. ഓക്കെ, ക്ലിനിക്കൽ പാത്തോളജിയാണ്. അതിനകത്ത് രോഗനിർണയം നടത്തുന്നത്, ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാല് രോഗനിർണയം നടത്തുന്നത് ബോഡി ഫ്ലൂയിഡ്സിലൂടെ ആയിരിക്കും.
ക്ലിനിക്കൽ പാത്തോളജി അനുസരിച്ച് രോഗനിർണയം നടത്തുന്നത് ബോഡി ഫ്ലൂയിഡ്സിലൂടെ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ബ്ലഡ്, യൂറിൻ, അതുപോലെ തന്നെ ടിഷ്യൂസ്, ഇതിലൊക്കെ കൂടി എന്ത് നടത്തുന്നുണ്ട്? രോഗനിർണയം, ഡയഗ്നോസിസ് നടത്തുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത് കേട്ടോ. പാത്തോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുമ്പോൾ ഡയഗ്നോസിസ്, അതായത് ഡിസീസിന്റെ ഡയഗ്നോസിസ് നടത്തുന്നത് ബോഡി ഫ്ലൂയിഡ്സിലൂടെ ആയിരിക്കും. ബോഡി ഫ്ലൂയിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബ്ലഡ്, യൂറിൻ, ടിഷ്യൂസ് എക്സെട്ര. ഓക്കെ, എഴുതിയെടുത്തോ നിങ്ങള്? ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലിനിക്കൽ മൈക്രോബയോളജി. അടുത്തതാണ് എന്ത്? ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ എന്തായിരിക്കും പറയുന്നത്? എന്തിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി എന്ന് പറഞ്ഞാല്? സ്റ്റഡി ഓഫ് ബാക്ടീരിയ കേട്ടോ, എഴുതി വെക്കാം. സ്റ്റഡി ഓഫ് ബാക്ടീരിയ ആണ് എന്ത്? മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ക്ലിനിക്കൽ മൈക്രോബയോളജിയില് പ്രധാനമായിട്ടും എന്തിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് നടത്തുന്നത്? എന്ത് ടെസ്റ്റുകളും മറ്റുമാണ് നടത്തുന്നത്? അതായത് ബാക്ടീരിയൽ പാത്തോജൻസിനെ കുറിച്ചിട്ട്, അതായത് ബാക്ടീരിയ രോഗാണുക്കളെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും ഈ ഒരു ഇതില് പഠനം നടത്തുന്നത് കേട്ടോ. ബാക്ടീരിയൽ പാത്തോജൻസിനെ കുറിച്ചുള്ള പഠനമാണ് ഓക്കെ ക്ലിനിക്കൽ മൈക്രോബയോളജി. ഓക്കെ, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. Then അടുത്തത് ഏതായിരുന്നു? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അതെന്താണ് വരിക ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയില്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു പോയിന്റ് കൂടി വിട്ടുപോയിട്ടുണ്ട് പറയാനായിട്ട്. ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ബാക്ടീരിയ എന്ന് പറഞ്ഞല്ലേ, പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട് അല്ലെ. അപ്പൊ അതെന്തൊക്കെയാ വരിക? മൈക്രോ ഓർഗാനിസത്തിന്റെ കൂട്ടത്തിലാണ് അത് പെടുക അല്ലെ. ഓക്കെ, അതായത് സൂക്ഷ്മാണുക്കൾ, നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കാത്ത സൂക്ഷ്മാണുക്കളെയാണ് നമ്മൾ എന്ത് പറയാം? മൈക്രോ ഓർഗാനിസം എന്ന് പറയാം അല്ലെ. അതിനകത്ത് ബാക്ടീരിയ വരുന്നുണ്ട്, പിന്നെ വൈറസ്, ഫംഗി, പ്രോട്ടോസോവ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? മൈക്രോ ഓർഗാനിസത്തില് വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തെ കണ്ടെത്തിയിട്ട് രോഗകാരണം കണ്ടുപിടിക്കുന്നത് എന്തിലൂടെയാണ്? ക്ലിനിക്കൽ മൈക്രോ ബയോളജിയിലൂടെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസം, അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത മൈക്രോ ഓർഗാനിസത്തിനെ കണ്ടെത്തുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് അസുഖങ്ങൾ ഹ്യൂമൻ ബോഡിയിൽ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കാരണക്കാരായിട്ടുള്ള ബാക്ടീരിയയെയും വൈറസിനെയും ഫംഗിയെയും പ്രോട്ടോസോവയൊക്കെ എന്താണ് കണ്ടെത്തുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും മറ്റുമാണ് എന്ത് നടത്തുന്നത്? ക്ലിനിക്കൽ മൈക്രോ ബയോളജിയിൽ ഉള്ളത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ആണ് കേട്ടോ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്താ ഉദ്ദേശിക്കുന്നത്? ബയോകെമിസ്ട്രി ആകുമ്പോ എന്തൊക്കെയാ വരിക? യൂസ് ഓഫ് ബയോകെമിക്കൽ മെഷർമെന്റ്സ് ഫോർ ഡയഗ്നോസിസ്. ഓക്കെ, എന്തൊക്കെയാണ്? അതായത് എൻസൈംസ്, ഹോർമോൺസ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് എന്നിവ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്ന ലാബാണ് എന്ത്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ആ സേവനമാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. എൻസൈംസ് ഉണ്ട്, രാസാഗ്നികൾ കേട്ടോ, എൻസൈംസ്, ഹോർമോൺസ്. ഒക്കെ ഒന്നും കൂടി പറയാം. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ഇത് കെമിക്കൽസിനെയാണ് കൂടുതലായിട്ട് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കെമിക്കൽസ് ആണ് കേട്ടോ ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വരുന്നത്. എൻസൈംസ് എന്ന് പറഞ്ഞാല് രാസാഗ്നികളാണ്. ദെൻ ഹോർമോൺസ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് എന്നിവ പരിശോധിച്ച് രോഗനിർണയം നടത്താൻ സാധിക്കും. ഓക്കെ, അതാണ് എന്ത്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഓക്കെ, ക്ലിനിക്കൽ പാത്തോളജി പറഞ്ഞു നമ്മള്, ക്ലിനിക്കൽ മൈക്രോബയോളജി പറഞ്ഞു, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി പറഞ്ഞു, അതുപോലെ ലബോറട്ടറിയുടെ ഡെഫിനിഷനും പറഞ്ഞു.
അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. Then next one, urinalysis. Urinalysis എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെ ഉണ്ട് അല്ലെ? യൂറിൻ ടെസ്റ്റ് ചെയ്ത് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുപോലെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള, അതായത് കിഡ്നി ഫംഗ്ഷൻ എന്തെങ്കിലും ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട് അല്ലെ? യൂറിൻ ഉപയോഗിച്ച് ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ലബോറട്ടറിയിൽ നടത്തുന്നു. അതിനെയാണ് എന്ത് പറയാ? യൂറിനാലിസിസ് എന്ന് പറയാം. ഓക്കെ, യൂറിൻ ടെസ്റ്റ് ചെയ്ത് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നു. എക്സാമ്പിൾ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ദെൻ കിഡ്നി ഫംഗ്ഷൻ ഫെയിലിയർ. ഓക്കെ, ദെൻ അനദർ വൺ, ബ്ലഡ് ബാങ്ക്. ഓക്കെ, ലാബ് നൽകുന്ന സേവനത്തിൽ ഒന്നാണ് എന്ത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ? ഈ ബ്ലഡ് ബാങ്ക് എന്ത് തന്നെയാണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ ലാബ് തന്നെയായിട്ടാണല്ലോ വരുന്നേ. കാരണം എന്താ? ബ്ലഡ് ബാങ്കിൽ എന്താണ് മെയിൻ ആയിട്ട് നടക്കുന്നത്? എന്താണ് പിള്ളേര്? ബ്ലഡ് ബാങ്കിൽ മെയിൻ ആയിട്ട് എന്താ നടക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ബ്ലഡ് ബാങ്കുകൾ ഉള്ളത്. സ്റ്റോറേജ് ഓഫ് ബ്ലഡ് അല്ലെ? ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത് നടക്കുക? ഇവിടെ എങ്ങനെയാണ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നടത്തുന്നത്? ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത്. ഇതിനു വേണ്ടി ബ്ലഡ് ബാങ്കിൽ ടെസ്റ്റുകൾ നടത്തുന്നത്. ഈ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്തിനു വേണ്ടിയിട്ടാ സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ ഡൊണേറ്റ് ചെയ്യാൻ അല്ലെ? ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് എന്ത് ചെയ്യാൻ? കൈമാറ്റം ചെയ്യുന്നതിന് അല്ലെ? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ബ്ലഡ് കൊടുക്കാനായിട്ട് സമയത്ത്, അതായത് ബ്ലഡ് കൊടുക്കുന്ന ആള് ദാതാവ് എന്ന് പറയുമോ അല്ലെ? പ്രൊവൈഡർ എന്ന് പറയും കൊടുക്കുന്ന ആളെ അല്ലെ? ഇനി ആ കൊടുക്കുന്ന ആള് സ്വീകരിക്കുന്ന ആൾക്ക്, അതായത് ആ ബ്ലഡ് മാച്ച് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ബ്ലഡിൽ എന്തെങ്കിലും ഈ ബ്ലഡ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ടെസ്റ്റുകൾ അവിടെ നടത്തും അല്ലെ? അസുഖമുള്ള ആളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. ക്രോസ് മാച്ച് ചെയ്ത് നോക്കും, ബ്ലഡിന്റെ കാര്യങ്ങളൊക്കെ ക്രോസ് മാച്ച് ചെയ്ത് നോക്കും. ഇനി അഥവാ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്ത് പറ്റില്ല? കൊടുക്കാനായിട്ട്. അതായത് സ്വീകർത്താവിന്, ബ്ലഡ് ആവശ്യമുള്ള ആൾക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഈ ബ്ലഡിന്റെ ടെസ്റ്റുകൾ, അതായത് ആൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ, മാച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ബ്ലഡ് ബാങ്കിലാണ്. ഓക്കെ, അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ബാങ്ക് മുഖേനയും ലാബ് സർവീസ് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോ ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാല് എന്താണ്? മെയിൻ ആയിട്ട് ബോഡി ഫ്ലൂയിഡ്സിലൂടെ രോഗം നിർണ്ണയിക്കുന്ന രീതിയാണ്. ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ കണ്ടെത്തുന്നു, അതുവഴി രോഗനിർണയം നടത്തുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എൻസൈംസ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ഇങ്ങനെയുള്ള ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗനിർണയം നടത്തുന്നുണ്ട്. യൂറിനാലിസിസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് യൂറിൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാല് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ഇവിടെ ടെസ്റ്റിന് വിധേയമാകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി ഒന്നും കൂടി പറയണ്ടല്ലോ. ഓക്കെ, ക്ലിയർ ആണല്ലേ? നമ്മള് മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം വരുന്നതാണ് ക്ലിനിക്കൽ പാത്തോളജി. ക്ലിനിക്കൽ പാത്തോളജി എന്തായിരുന്നു ഞാൻ പറഞ്ഞ? നിങ്ങളോടൊന്ന് കമന്റ് ചെയ്തേ. ക്ലിനിക്കൽ പാത്തോളജി എന്തായിരുന്നു പറഞ്ഞത്? ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേഗം കമന്റ് ചെയ്തേ. ബോഡി ഫ്ലൂയിഡ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗനിർണയം നടത്തുന്ന അല്ലെ? അങ്ങനെ രോഗനിർണയം നടത്തുന്ന ലാബ് എന്താണ്? ക്ലിനിക്കൽ പാത്തോളജിയാണ് അല്ലെ? ഓക്കെ, ഓക്കെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ഹെമറ്റോളജിയാണ്. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹെമറ്റോളജി
സ്റ്റഡി ഓഫ് ബ്ലഡിനെയാണ് എന്ത് പറയുന്നത്? ഹെമറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് എന്ത്? ഹെമറ്റോളജി. അതായത് രക്തപഠനം അല്ലെ, രക്തത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഹെമറ്റോളജി എന്ന് പറയുന്നത്. രക്തം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ലാബ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്ലഡ് ഉപയോഗിച്ച്, ബ്ലഡ് സാമ്പിൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ലാബ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബ്ലഡിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് അറിയാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബ്ലഡിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്? ഹെമറ്റോളജി എന്ന് പറയുന്നത്. ബ്ലഡ് ഉപയോഗിച്ചുകൊണ്ട് ലാബ് അനാലിസിസ് നടത്താറുണ്ട്. ഓക്കെ, അപ്പോ ബ്ലഡിൽ ഉണ്ടാകുന്ന രണ്ട് രോഗങ്ങൾക്കൊന്ന്, അതായത് ബ്ലഡിന്റെ ഇതുമൂലം ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡിസീസ് എന്ന് പറയുന്നത്, ഒന്ന് അനീമിയ ആണ്, രണ്ട് ഹീമോഫീലിയ. ഓക്കെ, അനീമിയ ആൻഡ് ഹീമോഫീലിയ എന്നൊന്ന് എഴുതി വെക്കുക കേട്ടോ. സ്റ്റഡി ഓഫ് ബ്ലഡിനെയാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ബ്ലഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ലാബ് അനാലിസിസ് നടത്തുന്നത്. ബ്ലഡിൽ ഉണ്ടാകുന്ന, ബ്ലഡിന്റെ ഇതുമൂലം ഉണ്ടാകുന്ന രണ്ട് രോഗങ്ങളാണെന്ത്? ഒന്ന് അനീമിയ, രണ്ട് ഹീമോഫീലിയ. എഴുതിയോ? ഓക്കെ, രണ്ടാമത്തത് ഹിസ്റ്റോപാത്തോളജി. ഹിസ്റ്റോപാത്തോളജി എന്താ ഉദ്ദേശിക്കുന്നത്? ഹിസ്റ്റോപാത്തോളജി സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് അല്ലെ. സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് എന്ത്? ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. ടിഷ്യൂസ് എന്ന് പറഞ്ഞാല് കലകൾ എന്നാണ്. മനുഷ്യരീരത്തിൽ ധാരാളം എന്തുണ്ട്? ടിഷ്യൂസ് ഉണ്ട് അല്ലെ. സെൽസ് കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ടിഷ്യൂസ് ഉണ്ടാവുന്നത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ധാരാളം കോശങ്ങൾ ചേർന്നിട്ടാണ് കലകൾ ഉണ്ടാകുന്നത്. ഇപ്പൊ സ്റ്റഡി ഓഫ് ടിഷ്യൂസിനെയാണ് എന്ത് പറയുന്നത്? ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ എന്താണ്? മനുഷ്യരിലെ ടിഷ്യൂസിനെ അനലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? രോഗനിർണയവും അതുപോലെ തന്നെ രോഗത്തെ കുറിച്ചുള്ള പഠനവും നടക്കുന്നുണ്ട്. ഓക്കെ, ടിഷ്യൂസിനെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലാബ് അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ടിഷ്യൂവിനെ ബാധിക്കുന്ന ഒരു രോഗത്തിന്റെ പേര് പറയാമോ? ടിഷ്യൂവിനെ ബാധിക്കുന്ന ഒരു രോഗത്തിന്റെ പേര് പറയാമോ? ടിഷ്യൂവിനെ ബാധിക്കുന്ന ഒരു രോഗം ആർക്കറിയില്ല? ലെപ്രസി ആണ് കേട്ടോ. ലെപ്രസി, ലെപ്രസി, കുഷ്ഠം. ലെപ്രസി, കുഷ്ഠം. ലെപ്രസി, കുഷ്ഠം. ക്യാൻസർ ഇല്ലട്ടെ, ക്യാൻസർ വരുന്നുണ്ട്. ക്യാൻസർ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വരുന്നത് ലെപ്രസി ആണ്, കുഷ്ഠം. ഇപ്പൊ നമ്മൾ ഹെമറ്റോളജി പറഞ്ഞു, രണ്ട് നമ്മൾ ഹിസ്റ്റോപാത്തോളജിയും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സൈറ്റോളജി ആണ്. സൈറ്റോളജി എന്താണ്? സൈറ്റോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ഓഫ് സെൽ ആണ് അല്ലെ. സ്റ്റഡി ഓഫ് സെൽസിനെയാണ് എന്ത് പറയുന്നത്? സൈറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സെൽസിൽ ഉണ്ടാകുന്നത്, സെൽസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പഠനം, അതിലൂടെ രോഗനിർണയം നടത്തുന്നത് ആണെന്ത്? സൈറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, കോശങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖം എന്താണ് എന്ന് പറയാമോ? ക്യാൻസർ ആണ് കേട്ടോ. കോശങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അസുഖം ക്യാൻസർ ആണ്. അതായത് കോശങ്ങളുടെ വളർച്ച ക്രമാതീതമാകുമ്പോഴാണ്, അതായത് ഉയർന്നു വരുന്ന, ഇൻക്രീസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് എന്തുണ്ടാവുക? ക്യാൻസർ എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിൽ പിടിപെടാം. ഓക്കെ, അപ്പോ ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസേഴ്സ്. ഓക്കെ, സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസേഴ്സ് കേട്ടോ. സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസേഴ്സ് എന്തിൽ വരുന്നത്? സൈറ്റോളജിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഹെമറ്റോളജി നമ്മൾ എന്തായിരുന്നു എക്സാമ്പിൾ പറഞ്ഞത്? ഹെമറ്റോളജി എന്തായിരുന്നു എക്സാമ്പിൾ പറഞ്ഞത്? ഹെമറ്റോളജി അനീമിയ, അത് മാത്രം പറഞ്ഞോളൂ. അനീമിയ മാത്രം പറഞ്ഞോളൂ. ഹിമോഫീലിയ, അനീമിയ ആൻഡ് ഹിമോഫീലിയ. then ഹിസ്റ്റോപാത്തോളജിയിൽ എന്താ വരിക? ഹിസ്റ്റോപാത്തോളജിയിൽ എന്തായിരുന്നു പറഞ്ഞേ?
ഹിസ്റ്റോപാത്തോളജിയില് ലെപ്രസി അഥവാ കുഷ്ഠം. ഓക്കെ. സൈറ്റോളജിയിൽ എന്തായിരുന്നു പറഞ്ഞത് നമ്മള്? സൈറ്റോളജിയില് ക്യാൻസർ ആണ് പറഞ്ഞത് അല്ലെ. Then another one is routine pathology. Okay, routine pathology. ഇതെന്താണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും ആരോഗ്യത്തെ സംബന്ധിച്ചും നമുക്ക് വിലയേറിയ ഇൻഫോർമേഷൻസ് തരുന്നത് റുട്ടീൻ പാത്തോളജിയിലൂടെയാണ്. ഒന്നുകൂടി പറയാം കേട്ടോ. മനുഷ്യ ശരീരത്തിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും ആരോഗ്യത്തെ സംബന്ധിച്ചും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് തരുന്നത് റുട്ടീൻ പാത്തോളജിയിലൂടെയാണ്. ഇതിലൂടെ ബോഡി സിസ്റ്റംസ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗവുമായിട്ട് നമ്മള് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ഓവറോൾ ഓക്കെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ് എന്തെങ്കിലും ഒരു, അതായത് നമ്മൾ അസുഖത്തിന് ചിലപ്പോൾ മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കുറയുന്നുണ്ടാവില്ല. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറയും അല്ലെ. ഓക്കെ, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തരം വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CBC എന്ന് പറയാം, നമുക്ക് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അത് റുട്ടീൻ പാത്തോളജിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ഹീമോഗ്ലോബിൻ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ESR, പിന്നെ എന്തൊക്കെയാ വരിക? നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓവറോൾ WBC വരും അല്ലെ. WBC വരുന്നുണ്ട്, CRP, RBC, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റുട്ടീൻ പാത്തോളജിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, റുട്ടീൻ പാത്തോളജിയിലാണ് ഇങ്ങനെയുള്ള CBC നോക്കുന്നത്, അതുപോലെ തന്നെ CRP നോക്കുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റിന്റെ അളവ്, ഹിമോഗ്ലോബിന്റെ അളവ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതുക കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഈ റുട്ടീൻ പാത്തോളജിയെ കോമൺ പാത്തോളജിയും എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. അതൊന്ന് എഴുതി വെക്കാം. റുട്ടീൻ പാത്തോളജി ഈസ് ഓൾസോ നോൺ ആസ് കോമൺ പാത്തോളജി. Routine pathology is also known as common pathology. Then it is the test. That provides the valuable information about overall health. It is the test that provides the valuable information about overall health. Example എഴുതാ CBC. CBC complete blood count കേട്ടോ. complete blood count CBC.
ഓക്കെ. ഓക്കെ, അപ്പൊ ഹെമറ്റോളജി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, റൂട്ടീൻ പാത്തോളജി, ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അടുത്തത് ക്ലിനിക്കൽ മൈക്രോബയോളജി ആണ്. അപ്പൊ മൈക്രോ ഓർഗാനിസം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ വരുന്നത് മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസം ആണ്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബാക്ടീരിയോളജിയാണ്. ഓക്കെ, അപ്പോ ബാക്ടീരിയോളജിയിൽ എന്താണ്, അതായത് ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബാക്ടീരിയോളജി എന്തിന്റെ സ്റ്റഡിയാണ് ബാക്ടീരിയോളജി? ആ, സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഈസ് നോൺ ആസ് ബാക്ടീരിയോളജി അല്ലെ. സ്റ്റഡി ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനമാണ് എന്ത്, ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. അപ്പോ ബാക്ടീരിയൽ പാത്തോജൻസിനെ കണ്ടെത്തുന്നു, രോഗത്തിന് കാരണമായ ഇൻഫെക്ഷന് കാരണമായ ബാക്ടീരിയയെ കണ്ടെത്തി രോഗനിർണയം നടത്തും. ഓക്കെ, ബാക്ടീരിയൽ പാത്തോജൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ കണ്ടെത്തുന്നുണ്ട്. പിന്നെ രോഗത്തിന് കാരണമായ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയെ കണ്ടെത്തി രോഗനിർണയം നടത്തുന്നു. ഓക്കെ, ഇത് എഴുതിക്കോളൂ കേട്ടോ. എന്നാണ് ടെസ്റ്റ് യൂസ്ഡ് ടു, അപ്പൊ സ്റ്റഡി ഓഫ് ബാക്ടീരിയ എന്നൊന്ന് എഴുതാം. ബാക്ടീരിയോളജിയില് സ്റ്റഡി ഓഫ് ബാക്ടീരിയ എന്ന് എഴുതാം. Test used to find harmful bacteria in your body that you make sick. In your body that you make sick. ഓക്കെ, അതായത് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് മനുഷ്യന്റെ രോഗത്തിന് കാരണക്കാരനായിട്ടുള്ള ഹാംഫുൾ ബാക്ടീരിയ എന്ത് ചെയ്യാണ്, ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബാക്ടീരിയോളജി എന്ന് പറയുന്നത് കേട്ടോ. അതാണ് സ്റ്റഡി ഓഫ് ബാക്ടീരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഇൻ അവർ ആണ്, യുവർ എന്ന് ഇടാം അല്ലെങ്കിൽ അവർ എന്ന് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. നിങ്ങളുടെയെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെയെന്നോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഹ്യൂമൻ ബോഡി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് പറഞ്ഞേ, ഇവർക്ക് പരിചിതമാണ്. എന്തായിരിക്കും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം? പല രോഗങ്ങളുണ്ട് അല്ലെ, ബാക്ടീരിയ മൂലം പല ഇൻഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് അതിനെ പറയാം കേട്ടോ. ലെപ്റ്റോസ്പൈറോസിസ് എന്താണ്? ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞാല് എന്താണ് ലെപ്റ്റോസ്പൈറോസിസ്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന എന്താണ് ആ രോഗം? ലെപ്റ്റോസ്പൈറോസിസ്. എലിപ്പനി കേട്ടോ, എലിപ്പനി കേട്ടോ. എലിപ്പനി നമുക്ക് എന്തെടുക്കാം, ഇതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ അത് സ്പെല്ലിംഗ് ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. LEPT OS PIRO SIS. LEPT OS PIRO SIS. ലെപ്റ്റോസ്പൈറോസിസ് കേട്ടോ, എലിപ്പനി. ഓക്കെ,
അടുത്തത് വരുന്നത് ഏതാണ്? മൈക്കോ ബാക്ടീരിയോളജി. മൈക്കോ ബാക്ടീരിയോളജി. മൈക്കോ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും മൈക്കോ ബാക്ടീരിയോളജി? എന്താണത് മൈക്കോ ബാക്ടീരിയോളജി പറയുന്നത്? പേര് പോലെ തന്നെയുണ്ട്, പേരിൽ തന്നെയുണ്ട് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. മൈക്കോ ബാക്ടീരിയോളജി ഒന്ന് കമന്റ് ചെയ്താരെങ്കിലും എന്താണ് മൈക്കോ ബാക്ടീരിയോളജി? മൈക്രോ ബാക്ടീരിയ അല്ലെ, അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള. ഇറ്റ്സ് എ ഫോം ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ തന്നെ ഒരു ഫോം ആണ്, പക്ഷെ വളരെ സൂക്ഷ്മമാണ് അല്ലെ, ഭയങ്കര ചെറുതാണ് അല്ലെ, പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ലോ ഗ്രോയിങ് ആണ് കേട്ടോ, അതായത് പതുക്കെയാണ് എന്ത് ചെയ്യുക ഇത് മനുഷ്യ ശരീരത്തിൽ കയറിയാല് സ്പ്രെഡ് ആവുക. ഓക്കെ, അതായത് ഇതിന്റെ ഒരു കാലാവധി എന്ന് പറയില്ലേ നമ്മള്, ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് വളരെ വളരെ പതുക്കെ ആയിരിക്കും. പെട്ടെന്നാണ് എന്ത് ചെയ്യുക ഇത് രോഗിയെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആക്കുക. വളരെ പെട്ടെന്ന് സാവധാനം നമ്മുടെ ബോഡിയിൽ കയറി വളരുന്ന ഒരിനം ബാക്ടീരിയയാണത് മൈക്രോ ബാക്ടീരിയ, അല്ലെങ്കിൽ മൈക്രോ ഇതെന്ന് പറയുന്നത് കേട്ടോ. ഇതിനെയാണ് മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. അപ്പൊ അവയെ കണ്ടെത്തുന്നത്, അതായത് വളരെ സൂക്ഷ്മാണുക്കളായ സ്ലോയി ഗ്രോയിങ് ആയ എന്നാൽ വളരെ ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയസ് ആണ് എന്ത് മൈക്രോ ബാക്ടീരിയം എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ ബാക്ടീരിയം എന്ന് പറയുന്നത് വളരെ സ്ലോയിലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാനായിട്ട് സാധിക്കും? എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? TB പറയാം അല്ലെ, ക്ഷയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ഷയത്തെ നമ്മള് ഫുൾ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ്? അതിന്റെ നെയിമില് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. മൈക്രോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്നാണ് ക്ഷയത്തെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി വെക്കുക കേട്ടോ. മൈക്രോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. ഓക്കെ, ക്ഷയം TB. ലെപ്രസി ഏതിനകത്തായിരുന്നു ഞാൻ പറഞ്ഞേ? ലെപ്രസി ഇതിനകത്തായിരുന്നു പറഞ്ഞിരുന്നേ, ഹിസ്റ്റോപാത്തോളജിയിലല്ലേ പറഞ്ഞത്? കുഷ്ഠം കലകളെ ബാധിക്കുന്നത്, ടിഷ്യൂസിനെ ബാധിക്കുന്നതാണ് ലെപ്രസി വരെ കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചോദിക്കട്ടെ, ഒന്ന് കമന്റ് ചെയ്യാം. ഹെമറ്റോളജി എന്താണ്? ഹെമറ്റോളജി എന്തിന്റെ സ്റ്റഡിയാണ് ഹെമറ്റോളജി? ഓക്കെ, ഹിസ്റ്റോപാത്തോളജി ആണെങ്കിലോ? ഹിസ്റ്റോപാത്തോളജി ആണെങ്കിലോ? ഹിസ്റ്റോപാത്തോളജി ഹെമറ്റോളജി ബ്ലഡ് ആണ്. ഹിസ്റ്റോപാത്തോളജിയോ? ടിഷ്യൂസ് അല്ലേ? ഓക്കെ, സൈറ്റോളജി ആണെങ്കിലോ? സൈറ്റോളജി 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 സെല്ലാണ് അല്ലേ? ഓക്കെ, സെല്ലാണ്. വെരി ഗുഡ്. റൂട്ടീൻ പാത്തോളജി. റൂട്ടീൻ പാത്തോളജി എന്തായിരുന്നു? റൂട്ടീൻ പാത്തോളജി അതെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? റൂട്ടീൻ പാത്തോളജിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്താ? കോമൺ പാത്തോളജി ആണ്, CBC ആണ് അല്ലെ? ഓക്കെ, കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ് ആണ് റൂട്ടീൻ പാത്തോളജി വരുന്നത് അല്ലെ, ഫുൾ ബോഡി ചെക്കപ്പ്. ഓക്കെ, വെരി ഗുഡ്. ബാക്ടീരിയോളജിയോ? ബാക്ടീരിയോളജി എന്താ? ബാക്ടീരിയോളജി എന്തായിരുന്നു?
ബാക്ടീരിയയെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അല്ലെ, ബാക്ടീരിയയെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ബാക്ടീരിയോളജി. ഓക്കെ, മൈക്കോബാക്ടീരിയോളജി. മൈക്കോബാക്ടീരിയോളജി study of microbacteria, slowly growing bacteria അല്ലെ മൈക്രോബാക്ടീരിയ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടം വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആയോ എല്ലാവർക്കും? മാം സൈറ്റോളജിന്റെ എക്സാമ്പിൾ എന്താ? സൈറ്റോളജിന്റെ എക്സാമ്പിൾ ക്യാൻസറാ വരിക. കോശത്തിനെ ബാധിക്കുന്ന ഒരു രോഗമല്ലേ ക്യാൻസർ. അപ്പോ ക്യാൻസർ ആണ് വരിക കേട്ടോ. സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ. മിസ്സേ എക്യുപ്മെന്റ്സിലെ ലാസ്റ്റ് എന്നോട് പറയോ? എക്യുപ്മെന്റ്സിലെ ലാസ്റ്റ് ആണോ? സെൻട്രിഫ്യൂഗസ് മെഷീൻ ആണോ? അതാണ് ഉദ്ദേശിക്കുന്നത്? അതിന് സ്പെല്ലിംഗ് ഒന്ന് പറയോ മിസ്സേ? എഴുതാൻ കിട്ടിയില്ല. ഓക്കെ, CEN TRIGAL മെഷീൻ, സെൻട്രിഫ്യൂഗൽ മെഷീൻ കേട്ടോ. അത് ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ നോക്കണം, എന്നിട്ട് പറയാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആൻസർ എന്നത് പറയോ? എന്താ ഇഷ്യൂസ് ഒന്ന് പറയാ? കേട്ടില്ല കേട്ടോ റംല. ഇഷ്യൂസ് വന്നില്ലേ, അതെന്താന്ന് മനസ്സിലായോ? ഒന്ന് പറയോ അത് അതിന്റെന്ന്? ഇഷ്യൂസ് വന്നതോ? ഹിസ്റ്റോപാത്തോളജി അല്ലെ? സ്റ്റഡി ഓഫ് ടിഷ്യൂസിനെയാണ്, അതായത് നമ്മുടെ കലകൾ ഉണ്ടല്ലോ അതിനെ കുറിച്ചുള്ള പഠനത്തെയാണ് ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. കോശങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? കലകൾ ഉണ്ടാവുന്നത്. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ധാരാളം സെൽസ് കൂടിച്ചേർന്നിട്ടാണ് കലകൾ ഉണ്ടാകുന്നത്. അപ്പോ കലകളെ ബാധിക്കുന്ന രോഗം, അതിനുണ്ടാകുന്ന എന്താ പറയാ രോഗകാരണങ്ങള്, അതിന്റെ പ്രിവെൻഷൻ, ഇതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. ഈ കോശങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ലാബുകളില് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും കോശമല്ല, ഈ കലകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ടിഷ്യൂസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പഠനം നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹിസ്റ്റോപാത്തോളജിക്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നത്? കേട്ട ആളുകളൊന്ന് പറഞ്ഞേ. ഹിസ്റ്റോപാത്തോളജി ലെപ്രസി ആണ് കേട്ടോ. കുഷ്ഠമാണ് ഹിസ്റ്റോപാത്തോളജിക്ക് എക്സാമ്പിൾ ആയിട്ട് വരിക, ലെപ്രസി. ഓക്കെ, ക്ലിയർ ആണോ റംല? ഓക്കെ. ഓക്കെ, ഈ ഒരു പേജിൽ മാത്രമാണ് ഇത്രയും ടേംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെയാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഇത് വെറുതെ നിങ്ങൾക്ക് വായിച്ചു പോയാൽ പറ്റില്ലല്ലോ. ഇതിനെക്കുറിച്ച് എന്താണെന്നൊരു ഐഡിയ വേണ്ടേ? കുറച്ചു പേർക്ക് അറിയാം, കാരണം ആ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കാണെങ്കിൽ അറിയാനായിട്ട് പറ്റും. ഇത് അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആയി? മനസ്സിലായോ? ക്ലിനിക്കൽ അതൊന്നും കൂടി ഒന്ന് പറയുമോ? ഏതാണ് ക്ലിനിക്കൽ? അത് പറഞ്ഞായിരുന്നു ക്ലിനിക്കൽ.
ക്ലിനിക്കൽ ഏതാണ് പറയണ്ടേ? ക്ലിനിക്കൽ പാത്തോളജി ആണോ? ഏതാണെന്ന് പറയൂട്ടോ. ക്ലിനിക്കൽ പൈതോളജി ഉണ്ടല്ലോ, അതിന്റെ അതൊന്ന് പറയുമോ, പോയിന്റ് കിടക്കുന്നത്? ക്ലിനിക്കൽ പാത്തോളജിയോ? ക്ലിയർ ആവുന്നില്ല റംസിയ, ഏതാണെന്ന് കറക്റ്റ് പറഞ്ഞാല് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റിലത്തെ ആദ്യം ഉണ്ടല്ലോ, ക്ലിനിക്കൽ പൈതോളജി, അതിന്റെ ഒന്ന് പറയുമോ? ക്ലിനിക്കൽ ബയോ ലബോറട്ടറിയുടെ ഡെഫിനേഷൻ ആണോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിവിഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ആ ടേബിൾ പോലത്തെ പറഞ്ഞോ, ബോക്സ് അത് പറഞ്ഞായിരുന്നോ? ഇതൊക്കെ പറഞ്ഞല്ലോ, ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സിലപ്പോ? അല്ല, ഉണ്ടായിരുന്നു. അത് മനസ്സിലായില്ല മിസ്സേ, അതുകൊണ്ട് പറഞ്ഞതാ. ക്ലിനിക്കൽ പാത്തോളജി ആ ബോക്സ് ആണോ പറയുന്നേ? അതിൽ ഉദ്ദേശിക്കുന്നേ ക്ലിനിക്കൽ പാത്തോളജിയുടെ ബോക്സ് അല്ല പറയുന്നേ? റംസിയ, ഒരു കാര്യം ചെയ്യാട്ടോ, ഒന്നും കൂടി ഒന്ന് റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം കേട്ടോ. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്നോട് ഒന്നും കൂടി ചോദിക്കാം. ഓക്കെ റംസിയ? അങ്ങനെ ഒന്നും കൂടി റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടു നോക്ക്, അപ്പൊ ഒന്നും കൂടി മനസ്സിലാവും. കുറെ കാര്യങ്ങളുണ്ട് പറയാൻ, നമുക്ക് ടൈം ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഒന്നും കൂടി ഞാനൊന്ന് ഷോർട്ട് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. ഹെമറ്റോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ്. ഓക്കെ. ദെൻ ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ടിഷ്യൂ ആണ്. സൈറ്റോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് സെൽ ആണ്. ദെൻ റുട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് ഓവറോൾ ബോഡി ഇൻഫോർമേഷൻ ആണ്. ഓക്കെ. എക്സാമ്പിൾ വരുന്നത് CBC ആണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇനി മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് റെക്കോർഡ് ക്ലാസ് കാണാം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ. അപ്പൊ മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ. എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ. റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം. ഓക്കെ റംസിയ? ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം ഇനി ഇത്. ഓക്കെ.